എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 20 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. അപ്പൊ നിങ്ങളോ എന്ന് പറയുമ്പോൾ മറ്റു ചിലരെ കുറിച്ച് പറഞ്ഞു നിർത്തിയിട്ടാണ് അവരും നിങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ള നിലയിലാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അപ്പോൾ മറ്റ് ആളുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ജാതികളെ കുറിച്ചാണ്. അവരവരുടെ വ്യർത്ഥബുദ്ധിയിൽ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മലം തഴമ്പിച്ച് പോയി അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള മനുഷ്യരുടെ ഇടയിൽ കർത്താവിന്റെ പിന്നാലെ പോകുന്നതായിട്ടുള്ള ആളുകളെ കുറിച്ച് ഇവിടെ വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് തുടർന്ന് പറയുന്നത്. അപ്പോൾ ദൈവ മക്കളും അതിന് പുറത്തുള്ളതായ അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാത്തതുമായിട്ടുള്ള ആളുകളെ താരതമ്യം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ദൈവമക്കൾക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്താണ് വ്യത്യാസം ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ എന്താണ് വ്യത്യാസം ഉള്ളത് എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ആ വ്യത്യാസത്തെക്കുറിച്ചാണ് 20 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് കാണുന്നത്. നിങ്ങളോ, അതായത് എഫെസോസിലെ സഭാംഗങ്ങൾ യേശുവിൽ സത്യമുള്ളതുപോലെ. അപ്പോൾ യേശുവിലാണ് എഫെസോസിലെ സഭയിലെ വിശ്വാസികൾ എല്ലാവരും എന്നുള്ള വിഷയം ഈ കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം നമ്മൾ പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുകയുണ്ടായി. യേശുവിലൂടെയാണ് രക്ഷ, യേശുവിലാണ് ജീവിതം. പിതാവ് ദൈവമക്കളെ കാണുന്നത് യേശുവിലൂടെയാണ്. അപ്പോൾ യേശുവിൽ സത്യം ഉണ്ട് എന്ന് പറയുമ്പോൾ യേശുവിൽ ഉള്ള എല്ലാവർക്കും ആ സത്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് ഉണ്ട്, താത്വികമായിട്ട് അതുണ്ട്, എന്നാൽ പ്രായോഗികമായിട്ട് അത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ തന്നെ. അപ്പോൾ കർത്താവിനെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അപ്പോൾ യേശുവിൽ സത്യമുള്ളതുപോലെ എന്ന് പറയുമ്പോൾ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരമാണ് വന്നത് എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും യോഹന്നാൻ 14:6 നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സത്യം കർത്താവ് മുഖാന്തരം വന്നു, കർത്താവാണ് സത്യം. അതുകൊണ്ട് യേശുവിൽ സത്യമുള്ളതുകൊണ്ട് അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ. അപ്പോൾ ഇവിടെ 2 പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവനെക്കുറിച്ച് കേട്ടുവെന്നും അവനിൽ ഉപദേശം ലഭിച്ചുവെന്നും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ആ നാളുകളിൽ ധാരാളം ആളുകൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, കർത്താവിന്റെ പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് ധാരാളം ആളുകൾ ഓടിക്കൂടിയിരുന്നു. കർത്താവ് അനേകരെ സൗഖ്യമാക്കിയിട്ടുണ്ട്, അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് കൊണ്ട് കർത്താവിനെ കുറിച്ച് കേട്ട ഒത്തിരി ആളുകളുണ്ട്. കർത്താവിനെ പിൻഗമിച്ചതായ അല്ലെങ്കിൽ കർത്താവിന്റെ കൂടെ കുറെ കാലമൊക്കെ സഞ്ചരിച്ചതായിട്ടുള്ള ആളുകളും ധാരാളം ഉണ്ടായിരുന്നു. പലരും പല സമയത്ത് പിന്മാറിപ്പോയി. തന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ എല്ലാവരും തന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് നമുക്ക് കാണാം. അപ്പോൾ അവനെക്കുറിച്ച് കേട്ട എല്ലാ ആളുകൾക്കും അവനിൽ ഉപദേശം ലഭിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ഇവര് കർത്താവിനെ കുറിച്ച് കേൾക്കുകയും കർത്താവിൽ ഉപദേശം ലഭിക്കുകയും ചെയ്ത ആളുകളാണ്. അപ്പം ഈ നാളുകളിലും ധാരാളം ആളുകൾ കർത്താവിനെ കുറിച്ച് കേട്ടവരായിട്ടുള്ള ആളുകളുണ്ട്. കർത്താവിനെ കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള മനോഭാവങ്ങളാണ് അല്ലെങ്കിൽ വിലയിരുത്തലുകളാണ് ലോകത്തിലുള്ള ധാരാളം ആളുകൾക്ക് ഉള്ളത്.
ചില ആളുകൾ കർത്താവിനെ ഒരു വിപ്ലവകാരിയായി കണക്കാക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളുണ്ട്. ചില ആളുകൾ ഒരു നല്ല ഗുരുവായിട്ട് പറയും, ദൈവപുത്രനായിട്ട് പറയും, നല്ലൊരു മനുഷ്യനായിട്ട് പറയും. അങ്ങനെയൊക്കെയുള്ള പല വിധങ്ങളിൽ മനുഷ്യർ കർത്താവിനെ കുറിച്ച് അവരുടെ കേട്ടറിവിനാൽ അവർക്ക് ധാരണ ഉണ്ട്. എന്നാൽ കർത്താവിനെ കുറിച്ച് കേൾക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കർത്താവിൽ ഉപദേശം ലഭിക്കുക എന്ന് പറയുന്നത് കർത്താവിൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ കർത്താവിനെ സ്വീകരിക്കുന്ന കർത്താവിൽ വസിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അത് ലഭിക്കുന്നത്. അപ്പോൾ കർത്താവിനെ കുറിച്ച് കേട്ട ആളുകൾക്ക് കർത്താവിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒത്തിരി മനോഭാവങ്ങളും അറിവുകളും ഉണ്ടായാം എങ്കിലും കർത്താവിൽ ഉപദേശം ലഭിച്ചതായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് കർത്താവ് എന്തിന് ഈ ലോകത്തിലേക്ക് വന്നു, കർത്താവ് ചെയ്തതായിട്ടുള്ള ആ മരണത്തിന്റെ പ്രത്യേകത, ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യം, അതുപോലെ കർത്താവ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ കർത്താവിൽ ഉപദേശം ലഭിച്ച ആളുകൾക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കർത്താവിനെ കുറിച്ച് കേട്ട് ചില വിലയിരുത്തലുകൾ നടത്തുക എന്നുള്ളതല്ല ദൈവമക്കളെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ളത്, മറിച്ച് അവനിൽ ഉപദേശം ലഭിക്കുക എന്നുള്ളതാണ്. കർത്താവിൽ ഉപദേശം ലഭിക്കുക. അങ്ങനെ ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. എങ്ങനെയല്ല? നേരത്തെ ജാതികൾ നടക്കുന്ന ഒരു നടപ്പിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. 17 മുതലുള്ള വാക്യങ്ങളിൽ അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ക്രിസ്തുവിന്റെ ഒരു വഴി അതല്ല, അത് അവരുടെ തന്നെ വ്യർത്ഥബുദ്ധിയിലും അന്ധബുദ്ധിയിലും ഹൃദയകാഠിന്യം നിമിത്തവും ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു പോയവർ ആയതുകൊണ്ടും ഉള്ള ഒരു ജീവിത ശൈലിയാണ്. എന്നാൽ ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിൽ സത്യമുള്ള ആ സത്യത്തിന്റെ ക്രിസ്തുവിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചത് ഇങ്ങനെയൊന്നുമല്ല, വളരെ വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ്. അതിനുശേഷം പറയണം, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. അപ്പോൾ ഇവിടെ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന, അപ്പോൾ ഈ നമുക്കറിയാം ലോകത്തിലെ ആളുകളെ നിയന്ത്രിക്കുന്നതും ആളുകളെ ഒരു പരിധിവരെ മുമ്പോട്ട് നയിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ മോഹങ്ങളാണ്. നമുക്ക് ഏതൊരാളെയും എടുത്ത് പരിശോധിച്ചാൽ അവർക്ക് ഈ ലോകത്തിൽ ഒത്തിരി മോഹങ്ങളുണ്ട്. അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് ജീവിത കാഴ്ചപ്പാടുകൾ, അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ, ഇതൊക്കെ അവരുടെ മോഹങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതമാണ് ഇന്ന് ലോകത്ത് ഉള്ളത്. അവരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുണ്ട്, കുടുംബത്തെക്കുറിച്ചുണ്ട്, അതുപോലെ തന്നെ അവരുടെ ജോലി, പ്രൊഫഷൻ, ഈ മേഖലകളിലെല്ലാം മനുഷ്യനെ നിയന്ത്രിക്കുന്നത് അവന്റെ ആഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ മോഹങ്ങളാണ്. എന്നാൽ ഈ മോഹങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു വാക്ക് ചതിമോഹങ്ങൾ എന്നാണ്. അതായത് ഈ മോഹങ്ങൾ പലപ്പോഴും മനുഷ്യനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് കാരണമായി തീരുന്നുവെങ്കിലും ദൈവവചനപ്രകാരമില്ലാത്തതായ ഈ ലോകത്തിലെ മോഹങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ചതിക്കുന്ന, അതായത് നമ്മൾ നല്ലതാണ്, നമുക്ക് ഏറ്റവും യോഗ്യമാണ് എന്നൊക്കെ ചിന്തിച്ച് നാം പല കാര്യങ്ങളും ഈ ലോകത്തിൽ ആഗ്രഹിക്കുമ്പോൾ, മോഹിക്കുമ്പോൾ, അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ നാം ചെലവാക്കുമ്പോൾ ആത്യന്തികമായിട്ട് നാം എത്തിച്ചേരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതൊക്കെയും ഒരു ചതിയായിരുന്നു. കാരണം നമ്മൾ ആഗ്രഹിച്ചതായിട്ടുള്ള അനേക കാര്യങ്ങളും, നമ്മൾ മോഹിച്ചതായിട്ടുള്ള അനേക കാര്യങ്ങളും, അതിനുവേണ്ടിയുള്ള നമ്മുടെ അധ്വാനങ്ങളെല്ലാം അവസാനം വ്യർത്ഥമായി പോയി എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും. അനേകം ആളുകളും അവരുടെ ജീവിതാവസാനത്തിൽ അവരെന്തിനു ജീവിച്ചു എന്ന് അവരെ തന്നെ അവര് വിലയിരുത്തുമ്പോൾ ജീവിതത്തെക്കുറിച്ച് അവർക്ക് പല നഷ്ടബോധങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് അനേകരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അലക്സാണ്ടർ ചക്രവർത്തി തന്നെ തൻ്റെ മരണത്തിന് മുമ്പ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നതായിട്ടുള്ള പടയാളികളോടും സ്നേഹിതന്മാരോടുമൊക്കെ താൻ മരിച്ചു കഴിയുമ്പോൾ തൻ്റെ ശവപ്പെട്ടിയിൽ 2 സൈഡിലും 2 ദ്വാരങ്ങൾ ഉണ്ടാക്കി എൻ്റെ 2 കൈയും പുറത്തേക്ക്
അങ്ങനെ ഇട്ടിട്ട് വേണം നിങ്ങൾ എൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുവാനായിട്ട് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നതായിട്ട് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. ഞാൻ ഒത്തിരി ലോകത്തിൽ എത്രയോ പ്രദേശങ്ങൾ വെട്ടിപ്പിടിച്ചു, വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടായി. ലോകത്തിൽ ആ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള മനുഷ്യനായിരുന്നു. എന്നാൽ ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഏകനായി എന്തെല്ലാം നേടിയാലും ഒരു തരി സ്വർണമോ അല്ലെങ്കിൽ ലോകത്തിൽ വിലയേറിയതായിട്ട് കണക്കാക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതെയാണ് ഈ ലോകത്തോട് യാത്ര പറയുന്നത്. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി തന്റെ 30കളിലാണ് 30കളുടെ ആരംഭത്തിലാണ് താൻ മരിച്ചത്. ഈ 30കളുടെ ആരംഭത്തിൽ തന്നെ താൻ എത്രയോ വലിയ ഒരു ധനവാൻ അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയായിട്ട് താൻ മാറി, എത്രയോ രാജ്യങ്ങളെ കീഴടക്കി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ തന്റെ ജീവിതാവസാനം താൻ രോഗിയായി താൻ മരിക്കുമെന്ന് കണ്ടപ്പോൾ തന്റെ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് താൻ ചിന്തിച്ചു. അതിൽ ഒരു അർത്ഥവും ഉണ്ടായിരുന്നില്ല. തന്റെ മോഹങ്ങളെല്ലാം, അത് എത്രയോ ആളുകളെ ഒരുപക്ഷെ അദ്ദേഹം ഈ യുദ്ധത്തിന്റെ രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് എത്രയോ ആളുകളെ താൻ കൊന്നിട്ടുണ്ട്. എത്രയോ ആളുകൾ അതിന്റെ പേരിൽ വിധവമാരായും ആക്രമിക്കപ്പെട്ടവരായും ഒക്കെ തീർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത്ര കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഈ യുദ്ധങ്ങളിലൊക്കെയും. പക്ഷെ എന്ത് നേടി? അവസാനം ഒന്നും കൊണ്ടുപോകുവാൻ കഴിയാതെ കൈ രണ്ടും പുറത്തേക്കിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നതായിട്ടുള്ള അലക്സാണ്ടർ ചക്രവർത്തി. പ്രിയമുള്ളവരെ, ഈ മോഹങ്ങളുടെ ഒക്കെ അവസാനം എന്ന് പറയുന്നത് അത് നമ്മെ ചതിക്കുന്നു എന്നുള്ളത് അതിന്റെ അവസാനം മാത്രമേ നമുക്ക് അറിയുവാനായിട്ട് കഴിയുള്ളൂ. അതിന്റെ ആരംഭ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അത് നമ്മളിൽ ആ മോഹങ്ങൾ നമ്മളിൽ ഉരുവാകുമ്പോൾ അത് നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളെ ഭരിക്കുന്ന, നമ്മളെ ഊർജ്ജസ്വലമാക്കുന്ന, നമ്മളെ പ്രലോഭിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളായിട്ട് നിൽക്കുന്നു. അതിനെക്കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയും എത്രയോ വലുതാണ്. അതിനുവേണ്ടിയുള്ള നമ്മുടെ അധ്വാനവും കഷ്ടപ്പാടുകളും ഒക്കെ നാം അതിനുവേണ്ടി കഴിക്കുന്നു. പക്ഷേ അവസാനം അതൊരു ചതിയായി പോയി എന്ന് നാം മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഈ ചതിക്കുന്ന മോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ, ഈ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് വീണ്ടും ജനനം പ്രാപിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നതായിട്ടുള്ള മനുഷ്യനെ കുറിച്ചാണ്. അപ്പോൾ ഈ പഴയ മനുഷ്യനെ കുറിച്ച് നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ നാം അതിനെക്കുറിച്ച് പഠിച്ചതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതം എന്ന് പറയുന്നത് പഴയ മനുഷ്യനെ ക്രൂശിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. പഴയ മനുഷ്യൻ നമ്മളെ ഒരു കാരണവശാലും സ്വാധീനിക്കാതെ വണ്ണം പഴയ മനുഷ്യനെ ക്രൂശിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ പഴയ മനുഷ്യനെ ക്രൂശിച്ചിരിക്കുന്നു, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്രൂശിൽ ആയിരിക്കുന്നു, ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള നിലയിൽ മാത്രമല്ല, മറിച്ച് ആ ക്രൂശിൽ പഴയ മനുഷ്യനെ ഞാൻ ഇട്ടിരിക്കുകയാണ് എന്നുള്ള നിലയിലാണ് അത് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലും അന്യോന്യം ഭോഷ്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവനവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു, പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു എന്നാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് പഴയ മനുഷ്യന്റെ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം വീണ്ടും ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. പഴയ മനുഷ്യനെ ക്രൂശിച്ചുവെന്നും
പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞുവെന്നും ക്രൂശിച്ചുവെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും ഉരിഞ്ഞു കളഞ്ഞുവെന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലും നാം വായിച്ചു. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് ഉരിഞ്ഞു കളഞ്ഞു എന്നുള്ള നിലയിലല്ല, മറിച്ച് ഉപേക്ഷിച്ച്, പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടി പഴയ മനുഷ്യനെ ക്രൂശിച്ചുവെന്നും പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞു എന്നും പറയുമ്പോൾ അത് തത്വത്തിൽ അത് അങ്ങനെയാണ്. ഒരാള് വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിലാകുമ്പോൾ സംഭവിക്കുന്നതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു ആത്മീക യാഥാർത്ഥ്യമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അത് ഒരു ആത്മീക യാഥാർത്ഥ്യമാണ്. ഈ ആത്മീക യാഥാർത്ഥ്യം നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ ഒരു പ്രായോഗിക യാഥാർത്ഥ്യമായി തീരണം എന്നുള്ളതാണ്. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അത് വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ നാം ജീവിക്കുമ്പോഴാണ് ഈ ആത്മീക യാഥാർത്ഥ്യത്തെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഒരു പ്രായോഗിക യാഥാർത്ഥ്യമായി തീർക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത്. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു എന്നുള്ളത് ഒരു ആത്മീക യാഥാർത്ഥ്യമാണ് എങ്കിൽ ആ പഴയ മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളെയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതിൻ്റെ ആ പ്രവൃത്തികൾ, പഴയ മനുഷ്യന്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന നമ്മളുടെ ഒരു ശ്രദ്ധേയമായ പങ്കാളിത്തം ക്രിസ്തീയ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ പഴയ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളൊക്കെ നമ്മെ സ്വാധീനിക്കും. അത് നമ്മളിൽ നിന്നും നീങ്ങിപ്പോകുന്നത് വളരെ സാവകാശമാണ് എന്ന് നമുക്കറിയാമല്ലോ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലും മരിപ്പിക്കുന്ന പാപത്തെക്കുറിച്ചും മരിപ്പിക്കേണ്ട പാപങ്ങളെക്കുറിച്ചും അതുപോലെ വിട്ടുകളയേണ്ടതിനെ കുറിച്ചും നമ്മൾ 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഈ വിട്ടുകളയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ വ്യക്തിത്വത്തോട്, നമ്മുടെ സ്വഭാവത്തോട് ചേർന്ന് ഇരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. പാരമ്പര്യമായിട്ടും അതുപോലെ തന്നെ നാം ജനിച്ചു വളർത്തപ്പെട്ട സാഹചര്യങ്ങളിലും ഒക്കെ നമ്മളുടെ വ്യക്തിത്വത്തോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള പാപ സ്വഭാവങ്ങളാണ് അവ ഒരു നിമിഷം കൊണ്ട് നമ്മളെ വിട്ടുപോകുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ 100% നമ്മെ അത് വിട്ട് എന്നേക്കും പോകുന്നതായിട്ടൊരു കാര്യമല്ല. മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപയാലും ശക്തിയാലും നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളുടെ മനഃപൂർവമായിട്ടുള്ള തീരുമാനം പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നാം ചെയ്യുമ്പോൾ അവിടെ നമുക്ക്, അതായത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നതായിട്ടൊരു പങ്ക് നമ്മളിലുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കാരണം നമ്മളെ സ്വതന്ത്ര ഇച്ഛ എന്ന് പറയുന്നത് ദൈവം ഒരിക്കലും എടുത്ത് കളഞ്ഞിട്ടില്ല. വീണ്ടും ജനനം പ്രാപിച്ചതിന് ശേഷവും ഉപേക്ഷിക്കാതെ പഴയ മനുഷ്യന്റെ പ്രവൃത്തികളോടുകൂടെ ജീവിക്കാനായിട്ടുള്ള ഒരു സാധ്യതയും, ഉപേക്ഷിച്ച് പുതിയ മനുഷ്യന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാനുള്ള ഒരു സാധ്യതയും നമ്മുടെ മുമ്പിൽ ഒരേ സമയത്തുണ്ട് എന്നുള്ളതാണ്. നാം ഏത് സ്വഭാവത്തിന് അല്ലെങ്കിൽ ഏത് മനുഷ്യന് നാം ഭക്ഷണം കൊടുക്കുന്നു, ആ മനുഷ്യൻ ശക്തി പ്രാപിക്കും. പഴയ മനുഷ്യന്റെ പ്രവൃത്തികൾക്കാണ് നാം പ്രാധാന്യം കൊടുത്ത് അല്ലെങ്കിൽ പഴയ മനുഷ്യനെയാണ് നാം പോഷിപ്പിക്കുന്നതെങ്കിൽ പഴയ മനുഷ്യൻ വീണ്ടും ബലപ്പെടും. അല്ല, പഴയ മനുഷ്യന്റെ പ്രവൃത്തികളെ ഉപേക്ഷിച്ച് കളഞ്ഞ് പുതിയ അതിന്റെ സ്വഭാവത്തെയാണ് നാം പോഷിപ്പിക്കുന്നതെങ്കിൽ പുതിയ മനുഷ്യൻ നമ്മിൽ ശക്തി പ്രാപിക്കും. പലപ്പോഴും വീണ്ടും ജനനം പ്രാപിച്ചു എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ അവരുടെ പഴയ മനുഷ്യന്റെ സ്വഭാവങ്ങളെ കൂടുതൽ അവരുടെ ജീവിതത്തിൽ പോഷിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അനേക വർഷങ്ങൾ തന്നെ കഴിഞ്ഞാലും മനുഷ്യരുടെ ജീവിതത്തിൽ യാതൊരു വക രൂപാന്തരവും ഇല്ലാതെ വരുന്നത്. ദൈവമാണ് നമ്മളിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും, ദൈവാത്മാവിന്റെ ശക്തിയിലാണ് അത് ചെയ്യുന്നതെങ്കിലും അത് നമ്മളുടെ സഹകരണം അതിന് ആവശ്യമാണ്. നാം സഹകരിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു രൂപാന്തരം അല്ലെങ്കിൽ ഈ പുതിയ മനുഷ്യന്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരുക അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരുക എന്ന് പറയുന്നത് നടക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്
നമ്മുടെ ജീവിതത്തിൽ നാം മനഃപൂർവമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു എന്ന് നാം കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു. എന്നാൽ ഇവിടെ ധരിച്ചുകൊള്ളുവിൻ എന്ന് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഒരു ആത്മീയ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക യാഥാർത്ഥ്യമായി തീരേണ്ടതിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും റോമാലേഖനം 6-ാം അധ്യായത്തിലും ഒക്കെ അത് നമ്മളുടെ ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ഒരു ആത്മീയമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള യാഥാർത്ഥ്യത്തെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കണം. എന്നിട്ട് ഈ പുതുക്കം പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു തുടർമാനമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അത് ഞാൻ പുതുക്കം പ്രാപിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഒരു ആത്മീയ യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അതൊരു തുടർമാനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് രൂപാന്തരപ്പെടുക അല്ലെങ്കിൽ വളരുക, വചനമെന്ന മയമല്ലാത്ത പാൽ കുടിച്ച് വളരണം എന്നൊക്കെ നമ്മൾ പറയുന്നല്ലോ. പരിജ്ഞാനത്തിൽ വളരുക എന്ന് പറയുന്നതും പരിജ്ഞാനം പ്രാപിക്കുക എന്ന് പറയുന്നതും ആത്മീയമായി ബലപ്പെടുക, ശക്തിപ്പെടുക, ഇതെല്ലാം രൂപാന്തരപ്പെടുക, ഇതെല്ലാം ഈ പുതുക്കം പ്രാപിക്കുന്നു എന്ന് പറയുന്ന ആത്മീയ യാഥാർത്ഥ്യത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ അനുദിനം നാം പുതുക്കം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മളുടെ ക്രിസ്തീയ ജീവിതം അത് ദൈവിക ജീവനോട് ചേർന്ന് നമുക്ക് എപ്പോഴും ഒരു ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ ദൈവവുമായിട്ടുള്ള ആ സന്തോഷത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ഈ പുതുക്കം പ്രാപിക്കുക എന്ന് പറയുന്നതായിട്ടുള്ളൊരു കാര്യം ആളുകളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ ഡൈനാമിക് നേച്ചർ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന നിരത എന്ന് പറയുന്നത് ആളുകൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. അവര് ക്രിസ്തീയ ജീവിതത്തെ കേവലം രക്ഷിക്കപ്പെട്ട നാളുകളിലൊക്കെ ഒത്തിരി സന്തോഷവും ഉത്സാഹവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടെ നിന്നിട്ട് പിന്നീട് പതുക്കെ ഈ ക്രിസ്തീയ ജീവിതത്തെ ചില ആചാര അനുഷ്ഠാനങ്ങളിലേക്കും ചില ശരിതെറ്റുകളിലേക്കും കൊണ്ടുപോയി കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. ചില ശരിതെറ്റുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാമല്ലോ, ഒരു വിശ്വാസിയാണെങ്കിൽ അവര് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, ചെയ്യരുതാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ, അങ്ങനെ ചില നിയമങ്ങൾ, ചില ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും, പിന്നെ സഭായോഗങ്ങളും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള പരിപാടികളിലും ഒക്കെ പങ്കെടുത്തങ്ങ് പോവുക എന്നുള്ളതായ ഒരു ചടങ്ങായിട്ടോ ഒരു മതമായിട്ടോ ക്രിസ്തീയ ജീവിതം മാറിപ്പോകുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ ആളുകളുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഓരോ ദിവസവും നാം പുതുക്കം പ്രാപിച്ചു പോകുമ്പോൾ നമുക്ക് ദൈവത്തെ നമുക്ക് കൂടുതൽ ഒരു യാഥാർത്ഥ്യമായി നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അല്ല, പുതുക്കം പ്രാപിക്കുന്നില്ല എങ്കിൽ ക്രിസ്തീയ ജീവിതം ഒരു ബോറടിയായിട്ട് തീരുവാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ പുതുക്കം പ്രാപിക്കാത്തതായിട്ടുള്ള ആളുകൾക്ക് ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച ഒരിക്കലും സാധിക്കുകയില്ല. പലപ്പോഴും 10 വർഷം മുമ്പുണ്ടായിരുന്ന അതേ അവസ്ഥയിലാണ് ഇന്നും, അല്ലെങ്കിൽ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും യാതൊരു വക വ്യത്യാസവുമില്ല. 5 വർഷം മുമ്പ് സംസാരിച്ച അതേ രീതി ഇന്ന്, 5 വർഷം മുമ്പിലത്തെ അതേ കാഴ്ചപ്പാട് ഇന്ന്, 5 വർഷത്തെ മുമ്പുണ്ടായിരുന്നതായിട്ടുള്ള പ്രവർത്തന ശൈലികൾ ഇന്ന്, ഒരു രീതിയിലും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലാതെ ആളുകൾ പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഉള്ളിലെ ആത്മാവ് സംബന്ധമായിട്ട് പുതുക്കം പ്രാപിക്കുന്ന ഒരു പരിപാടി അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതാന്ത്യത്തിൽ അവര് ദുഃഖിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യന്റെ സ്വഭാവത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നതായിട്ടുള്ള ആളുകളായിട്ട് മാത്രമേ അവരിയ്ക്കുന്നുള്ളൂ. പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും, സത്യം, അവനിൽ സത്യമുള്ളതുപോലെ എന്ന് നമ്മൾ വായിച്ചു. അപ്പോൾ അവനിൽ സത്യമുണ്ട്, നാം അവനിലായിരിക്കുന്നുവെങ്കിൽ
അവനിൽ ഉപദേശം നമുക്ക് ലഭിച്ചിരിക്കുന്നുവെങ്കിൽ അതിനൊരു ഫലമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ നാം വസിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിൽ ഉപദേശം ലഭിക്കുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ ഈ ഉള്ളിലെ ആത്മാവ് സംബന്ധമായിട്ട് നാം പുതുക്കം പ്രാപിക്കുകയും ഈ അങ്ങനെ ആ സത്യത്തിൽ, അതായത് കർത്താവിൽ വസിക്കുന്നതിന്റെ ഫലമായിട്ട് നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ജീവിക്കുന്നതായിട്ടുള്ള അതൊരു പ്രായോഗിക യാഥാർത്ഥ്യമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ തീരുമെന്നുള്ളതാണ്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ, പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, പഴയ മനുഷ്യനിൽ ആത്മാവ് മരിച്ചതാണ്, ദൈവാത്മാവ് ഇല്ല. പഴയ മനുഷ്യൻ പാപത്തിന്റെ അടിമയാണ്. പഴയ മനുഷ്യനിൽ ജീവനില്ല, ആത്മീയ ജീവനില്ല. എന്നാൽ പുതിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. നമുക്കറിയാം, ആദത്തെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു, തന്റെ തേജസ്സിൽ അവരെ സൃഷ്ടിച്ചു എന്നുള്ളത് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ പാപം ആ തേജസ് അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ സ്വരൂപം അവർക്ക് നഷ്ടപ്പെടുവാൻ ഇടയാക്കി. എന്നാൽ ആ പാപത്തിന് പരിഹാരം കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഉണ്ടായപ്പോൾ ആ നഷ്ടപ്പെട്ട തേജസ്സും ആ സ്വരൂപവും നമുക്ക് തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് ഒരു ആത്മീക യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ അത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ നമ്മുടെ സമർപ്പണത്തിലൂടെ നാം നേടേണ്ടതായിട്ടുള്ള വിശുദ്ധീകരണത്തിന്റെ പ്രക്രിയയാണ്. അപ്പോൾ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു, എന്നാൽ അത് ധരിച്ചു കൊള്ളുവിൻ എന്നുള്ളതായ, അല്ലെങ്കിൽ ആ ധരിച്ചിരിക്കുന്നതായുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ അത് തുടർമാനമായിട്ട് അതിൽ നിലനിൽക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സത്യത്തിന്റെ ഫലമായി ആ കർത്താവായ യേശുക്രിസ്തു ആകുന്ന സത്യത്തിൽ നാം ആയിരിക്കുന്നു. ആ സത്യത്തിൽ നിന്നുള്ള ഉപദേശം നമുക്ക് ലഭിച്ചിരിക്കുന്നുവെങ്കിൽ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി രൂപാന്തരപ്പെടുന്ന ഒരു ജീവിതമായിരിക്കും നമുക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട നാം ആ രീതിയിൽ വളരുന്നില്ല എങ്കിൽ, അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നില്ല എങ്കിൽ, നാം കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ അവര് കർത്താവിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയി അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് തുല്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവര് ജാതികളായിരിക്കുന്ന ആളുകൾ അവര് സകല അശുദ്ധിയും പ്രവർത്തിക്കുവാനായിട്ട് അവരെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ നാം നമ്മെ തന്നെ ഏൽപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യന്റെ, പുതിയ മനുഷ്യന്റെ വളർച്ചയാണ്. ഇതാണ് പഴയ മനുഷ്യന്റെയും അല്ലെങ്കിൽ ജാതികളുടെയും ദൈവമക്കളിലും തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസം. അവരെ തന്നെ ദുഷ്കർമ്മത്തിന് ഏൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മെ തന്നെ വിശുദ്ധീകരണത്തിനും സത്യത്തിലും ദൈവത്തിന്റെ സ്വരൂപം നമ്മളിൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതിന് വേണ്ടിയും നാം ഏൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം അതാണ് വായിക്കുന്നത്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. അതൊരു കൽപ്പനയാണ്, രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത്. മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടണം. ആ രൂപാന്തരപ്പെടുവാനായിട്ട് നമ്മെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. പലപ്പോഴും ആളുകൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയൊന്നുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടുവാനായിട്ട് നമുക്ക് കഴിയില്ല. പക്ഷെ ആ ഒരു പ്രയോഗം അസ്ഥാനത്ത് ആണ് പലപ്പോഴും അത് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ലഭ്യമല്ല, അത് നമുക്ക് വേണം, അതെന്തോ കിട്ടാക്കനിയാണ് എന്നുള്ള ഒരു നിലയിലാണ് അങ്ങനെ സംസാരിക്കുമ്പോൾ, അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ധ്വനി നമുക്ക് നൽകുന്നതായിട്ടുള്ള ഒരു ധ്വനി. എന്നാൽ ദൈവാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മളുടെ വിശുദ്ധീകരണത്തിനും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷകൾക്കും വേണ്ടുന്നതായിട്ടുള്ള സർവ്വശക്തിയും നമുക്ക് ലഭ്യമാണ്. പക്ഷെ ആ ശക്തിയിൽ നാം ആശ്രയിക്കുകയും ആ ശക്തിക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ ചോദ്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ.
അത് ലഭ്യമായിരിക്കെ അത് വേണം വേണം എന്ന് പറയുന്നത് വെറും ഒരു തത്വം പറയുന്നതിന് തുല്യം മാത്രമേ ഉള്ളൂ. പ്രായോഗികമായിട്ട് നമുക്കത് ലഭ്യമാണ്. ഇതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നാം എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിച്ചു നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം നിങ്ങൾ അറിയേണ്ടതിന് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ശക്തിയെക്കുറിച്ച് അളവറ്റ ശക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അളവില്ല. അതായത് എത്രത്തോളം നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾക്ക് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നതായുള്ള ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ശക്തി നമുക്ക് വേണമോ അത് നമുക്ക് ലഭ്യമാണ്. അതിനൊരു കുറവും ഇല്ല. പ്രശ്നം നമ്മുടെ ഉള്ളിലാണ്. നാം ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ പുതിയ മനുഷ്യൻ, നാം ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ക്രിസ്തു, നാം ക്രിസ്തുവിലായിരിക്കുമ്പോൾ അതൊരു ആത്മീയ യാഥാർത്ഥ്യമായി ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് നാം ജീവിക്കുന്നുണ്ട്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പോൾ നാം ഈ ദൈവവചന പഠനത്തിലൂടെയൊക്കെ ലക്ഷ്യമാക്കുന്നത് യഥാർത്ഥത്തിൽ അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചുവെങ്കിൽ, അപ്പൊ കർത്താവിൽ നിന്ന് ഉപദേശം കർത്താവിനെ കുറിച്ച് കേൾക്കുവാനായിട്ടല്ല, അല്ലെങ്കിൽ കേൾക്കുന്നത് അതിന്റെ ആദ്യ പടി മാത്രമാണ്. കർത്താവിനെ കുറിച്ച് കേൾക്കുകയും അതുപോലെ തന്നെ ആ കേൾവി നമ്മളുടെ ജീവിതത്തിൽ കർത്താവിൽ വസിച്ചുകൊണ്ട് കർത്താവിൽ നിന്നുള്ള ഒരു ഉപദേശമായിട്ട് നാം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസമായിട്ട് പരിണമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉൾനട്ടതായിട്ടുള്ള വചനം നാം കൈക്കൊള്ളുമ്പോൾ നമ്മുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരും. അപ്പോൾ പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും നമുക്ക് ദൈവാനുരൂപമായുള്ളൊരു വളർച്ചയും നമുക്ക് ലഭിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം നമുക്കൊരു ആക്റ്റീവ് റോൾ, നമുക്കൊരു ക്രിയാത്മകമായിട്ടുള്ള പങ്കുള്ള ഒരു ജീവിതം തന്നെയാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും ആയിക്കൊള്ളട്ടെ എന്നുള്ളതായ എല്ലാം നേടി എന്ന് പറഞ്ഞുകൊണ്ട് ചാരിയിരിക്കുവാൻ വിശ്രമിക്കുവാനായിട്ടുള്ളൊരു ജീവിതമല്ല, മറിച്ച് നമുക്ക് വളരെ ക്രിയാത്മകമായിട്ടുള്ള പങ്ക് നിർവഹിക്കുവാൻ നമ്മളുടെ വിശുദ്ധീകരണത്തിലും ദൈവിക പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധീകരണം കൂടിയാണ്. നമ്മുടെ ദൈവിക പരിപാടിയായിരിക്കുന്ന നമ്മളുടെ വിശുദ്ധീകരണവും അതുപോലെ തന്നെ ദൈവസഭയുടെ തന്റെ മണവാട്ടിയായിരിക്കുന്ന ദൈവസഭയുടെ പരിപാടിയും അതിലൊക്കെയും ക്രിയാത്മകമായിട്ടുള്ളൊരു പങ്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമുക്ക് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ ഈ നിലയിൽ സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട നാം അതിൽ വളരേണ്ടത് ആവശ്യമാണ്. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.